all. This is Reshma, Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about the introductory session of measures of dispersion. Measures of dispersion ഒരു introductory session പറ്റി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു, എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനോ അത് നമ്മളുടെ കമ്പാരിസണുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനും ഉണ്ട്, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനും ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഈ ഓരോ ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഏതൊക്കെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ്: റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. അതുപോലെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ, ഓരോ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഏതൊക്കെയായിരുന്നു? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് QD, കോഎഫിഷ്യൻ്റ് ഓഫ് MD ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനകത്ത് ഓരോ മെഷേഴ്സിനെയും പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അതായത് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനും ഓരോന്നായിട്ട് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അവയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ ഇന്നത്തെ സെഷനുകളിൽ നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി പോലെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഈ മൂന്ന് സീരീസിനും എന്ത് കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ? ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനും അതുപോലെ തന്നെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ, ദാറ്റ് ഈസ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. നമ്മൾ പറഞ്ഞു ഒരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുകൊണ്ടാകും? അതിന് കറസ്പോണ്ടിങ് ഉള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മെഷർ ഓഫ് ഡിസ്പേർഷനെയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ അതാത് ആബ്സല്യൂട്ട് മെഷറിനെയും അതിൻ്റെ കൂടെ തന്നെ റിലേറ്റീവ് മെഷറിനെയും ഞങ്ങൾ ഒരുമിച്ച് ക്ലബ് ചെയ്താണ് പഠിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനായ റേഞ്ചിനെ പറ്റിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനായ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിനെ പറ്റിയും ആണ്. റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എക്സ്ട്രീം വാല്യൂസ് ഓഫ് എ സീരീസ്. ഏത് സീരീസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ സീരീസിൻ്റെ എക്സ്ട്രീം വാല്യൂസ്, അതായത് ലോവസ്റ്റ് വാല്യൂ ആൻഡ് ഹയസ്റ്റ് വാല്യൂ അഥവാ സ്മോളസ്റ്റ് വാല്യൂ ആൻഡ് ലാർജസ്റ്റ് വാല്യൂ, ആ രണ്ട് എക്സ്ട്രീംസിൽ, രണ്ട് അറ്റങ്ങളിൽ കിടക്കുന്ന, രണ്ട് എക്സ്ട്രീംസിൽ കിടക്കുന്ന വാല്യൂസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എക്സ്ട്രീം വാല്യൂസ് ഓഫ് എ സീരീസ്. ദാറ്റ് ഈസ് the equation for range is equal to largest item minus smallest item. ഏതൊരു സീരീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സീരീസിനകത്തെ ഏറ്റവും ലാർജസ്റ്റ് ഐറ്റം മൈനസ് സ്മോളസ്റ്റ് ഐറ്റം, ലാർജസ്റ്റ് ഐറ്റവും സ്മോളസ്റ്റ് ഐറ്റം തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസമാണെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റേഞ്ച് ഈസ് ഈക്വൽ ടു L minus S, where L is the largest item and S is the smallest item. So and the corresponding relative measure of dispersion, that is coefficient of range, can be calculated by using the formula L minus S by L plus S. നമ്മൾ പറഞ്ഞു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എപ്പോഴും ഒരു റേഷ്യോ ആയിരിക്കും, ഒരു കോഷ്യൻ്റ് ആയിരിക്കും. ഒരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആവറേജിൻ്റെയും കൂടെ റേഷ്യോ ആയിരിക്കും എന്ന് പറഞ്ഞു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെ ന്യൂമറേറ്റർ വാല്യൂ എന്ത് വരും? റേഞ്ച് വരും. ദാറ്റ് ഈസ് L minus S. വെറാസ് അവിടുത്തെ കറസ്പോണ്ടിങ് ആവറേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് L plus S എന്ന് പറയുന്ന വാല്യൂ ആണ്. ദെർഫോർ ഡിനോമിനേറ്റർ വാല്യൂ നമ്മൾ എന്തെടുക്കും? L plus S എടുക്കും. സോ coefficient of range എന്ന് പറയുന്ന relative measure of dispersion, it is the ratio of range as well as the average value considering there. That is coefficient of range is equal to L minus S by L plus S. അപ്പോൾ ഏതൊരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ റേഷ്യോയിൽ ന്യൂമറേറ്റർ ടേം എപ്പോഴും എന്തായിരിക്കും? അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ തന്നെ ആയിരിക്കും. ഇവിടെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താണ്? റേഞ്ച് ആയിട്ട് വരും. So range is equal to largest value minus smallest value, whereas coefficient of range is equal to L minus S by L plus S.
ഇനി നമ്മുടെ സാമ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഓഫ് ദ ഗിവൺ സീരീസ്. തന്നിട്ടുള്ള സീരീസുകളുടെ റേഞ്ചും അതിൻ്റെ കോഎഫിഷ്യന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ തന്നിട്ടുള്ള സീരീസിൻ്റെ ഒരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനായ റേഞ്ചും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനായ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചിനെയുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് തന്നിട്ടുള്ളത് മൂന്ന് സീരീസുകളാണ്. ഫസ്റ്റ് വൺ ഈസ് എ ഇൻഡിവിജ്വൽ സീരീസ്. അവിടെ നമുക്ക് ഡേയ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഡേയ്സിലെയും പ്രൈസ് ഓഫ് ഷെയർസുമാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ സീരീസ്. ദ സെക്കൻഡ് വൺ ഈസ് ഗിവൺ ആസ് മാർക്സ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മാർക്കിൻ്റെ വാല്യൂ എക്സ് ആയിട്ട് തന്നെ തന്നിരിക്കുകയാണ്. കൂടാതെ എന്തുകൊണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുണ്ട്. ദെർഫോർ എക്സിൻ്റെയും എഫിൻ്റെയും കോളം അടങ്ങിയ ഡിസ്ക്രീറ്റ് സീരീസ് ആണ് രണ്ടാമത്തത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് അബൌട്ട് എ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ആൻഡ് ഹെൻസ് ദ തേർഡ് സീരീസ് റെപ്രസെൻറ്റ്സ് എ കണ്ടിന്യൂസ് സീരീസ്. സോ ഈ മൂന്ന് സീരീസുകളുടെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഈ മൂന്ന് സീരീസുകളുടെയും റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും എപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ലെറ്റ്സ് കൺസിഡർ ദ ഫസ്റ്റ് സീരീസ്. എന്താണ് ഫസ്റ്റ് സീരീസ്? ഡേയ്സും പ്രൈസ് ഓഫ് ഷെയർസുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. സോ ഫസ്റ്റ് സീരീസ് ഡേയ്സ് ആൻഡ് പ്രൈസ് ഓഫ് ഷെയർസ്. 5 ഡേയ്സ് ആണുള്ളത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് Friday, and the corresponding price of shares are അല്ലേ. നമുക്ക് ആദ്യം എന്ത് വേണം? റേഞ്ച് വേണം അല്ലേ. റേഞ്ച് is equal to L minus S. Here in the series the largest value or the largest price of shares is 500. Therefore നമുക്ക് Lന്റെ വാല്യൂ നമുക്ക് എത്രയാണ് എടുക്കാം? 500 എന്ന് എടുക്കാം. And that of the smallest value, smallest price of share എത്രയാണ്? 150 ആണ്. Therefore S is equal to 150. തന്നിട്ടുള്ള ഇൻഡിവിജ്വൽ സീരീസ് ലാർജസ്റ്റ് വാല്യൂ 500ഉം smallest value 150. Therefore L can be taken as 500 whereas S can be taken as 150. And the range is L minus S, which is equal to 500 minus 150, which is equal to 350. What about the coefficient of range of the series? Coefficient of range is equal to, what is the formula? L minus S by L plus S is equal to 500 minus 150 by 500 plus 150, which is equal to 350 by 650. നമുക്ക് ആ ക്വസ്റ്റ്യൻ അത് നോക്കാം. That is 350 by 650, that is 7 by 13. Is equal to 0.534. 0.538. അപ്പോൾ ഇത്രയുള്ള എന്തെന്ന് പറയുന്നത് റേഞ്ച് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഓഫ് an individual series പറയുന്നത്. Next we can move on to the discrete series. അടുത്ത നമ്മൾ തന്നിരിക്കുന്ന ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ആ സീരീസ് ഒന്ന് എടുത്തെഴുതുന്നു. തന്നിട്ടുള്ള എന്തൊക്കെയാണ്? മാർക്സും ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫ്രീക്വൻസിയും നമുക്ക് തന്നിട്ടുണ്ട്. മാർക്സ് റേഞ്ചസ് ഫ്രം 10 to 80. മാർക്സ് എന്ന് പറയുന്നതാണ് എന്ത്? എക്സിൻ്റെ വാല്യൂ അല്ലേ. ആ എക്സ് വാല്യൂസ് 10 മുതൽ 8 വരെ ഉണ്ട്. Whereas frequency values are so mark
മാർക്സ് ആയിട്ടുള്ള ഈ മാർക്സിനെ നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയുടെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും അല്ലേ. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു എൽ മൈനസ് എസ് അല്ലേ. അപ്പോൾ ഇവിടെ എൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാർജസ്റ്റ് വാല്യൂ ആൻഡ് എസ് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ. ഈ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ലാർജസ്റ്റ് വാല്യൂ ആണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾ ഏതാണോ ആ വേരിയബിളിൻ്റെ ലാർജസ്റ്റ് വാല്യൂ ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേഞ്ച് ഈസ് ദ ലാർജസ്റ്റ് ഐറ്റം മൈനസ് സ്മോളസ്റ്റ് ഐറ്റം. ഏതാണോ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ, ആ ഡേറ്റ ഏത് വേരിയബിളിനെ പറ്റിയാണോ സ്പെസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയുള്ള ഐറ്റംസ് ആണോ അവിടെ സ്പെസിഫൈ ആയിട്ടുള്ളത്, ആ ഐറ്റംസിൽ ലാർജസ്റ്റ് ഐറ്റം മൈനസ് സ്മോളസ്റ്റ് ഐറ്റം ആണെന്ന് പറയുമ്പോൾ നമ്മളുടെ എൽ മൈനസ് എസ് എന്ന് പറയുന്ന റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഡേറ്റ ഏത് ഐറ്റത്തിനെ പറ്റിയാണ്? മാർക്ക് എന്ന് പറയുന്ന ഐറ്റത്തിനെ പറ്റിയാണ്. സോ ഈ എക്സ് എന്ന് പറയുന്ന മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ അഥവാ മാർക്ക് എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ലാർജസ്റ്റ് വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? എല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറാസ് ദ സ്മോളസ്റ്റ് വാല്യൂ among the values of x is represented by the letter s. സോ എക്സ് എന്ന് പറയുന്ന ആ വേരിയബിളിനെ സംബന്ധിച്ച്, മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിനെ സംബന്ധിച്ച് അവിടുത്തെ ലാർജസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഐറ്റം എത്രയാണ്? 80 ആണ്. ഓർഡർ തന്നെ തന്നിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ദ ലാർജസ്റ്റ് ഐറ്റം ഈസ് 80 whereas the smallest item is 10. So range is equal to 80 minus 10 which is equal to 70. So what about the coefficient of range? By formula it is L minus S by L plus S which is equal to 80 minus 10 by 80 plus 10 which is equal to 70 by 90, and the value can be 70 by 90, which is 7 by 9, that is equal to 0.778. So that's about the range and the coefficient of range of a discrete series. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ എന്താണ്? ഇവിടെ നമ്മൾ ഒരു റേഞ്ച് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആകപ്പാടെ കൺസിഡർ ചെയ്യുന്നൊരു ഫാക്ടർ ഏത്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? അവിടുത്തെ വേരിയബിൾ അല്ലെങ്കിൽ അവിടുത്തെ എന്തിനെ പറ്റിയാണോ ആ ഡേറ്റ സ്പെസിഫൈ ചെയ്യുന്നത് ആ വേരിയബിൾ അല്ലെങ്കിൽ ആ ഐറ്റത്തിനെ പറ്റി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ബോധേഡാവുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഈ ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേമിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കോളം ശരിക്കും റേഞ്ചിൻ്റെ കാൽക്കുലേഷനാണ്. എന്തെന്നൊക്കെയാണ് യൂസ്ലെസ് ആയിട്ടൊരു കോളമാണ്. കാരണം ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളത്തിൻ്റെ ആവശ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനില്ല? റേഞ്ച് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ റേഞ്ചിനെയും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിനെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസികളെ ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും കണ്ടിന്യൂസ് സീരീസ് രണ്ടിലാണല്ലോ നമുക്ക് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഫ്രീക്വൻസിയുടെ കോളം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ റേഞ്ചോ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചോ കാൽക്കുലേറ്റ് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ഫ്രീക്വൻസിയുടെ ആവശ്യം ഇല്ല. ഏതാണോ നമുക്ക് അവിടുത്തെ നമ്മളുടെ വേരിയബിൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾ അല്ലെങ്കിൽ തന്നിട്ടുള്ള ഡേറ്റ എന്തിനെ പറ്റിയാണോ ആ ഡേറ്റയുടെ മാത്രം ബേസിസിലായിരിക്കും എന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനായ റേഞ്ചും റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനായ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So that's about the range and coefficient of range of a discrete series. Let's move on to the third one, that is continuous series. ഇവിടെ തന്നിട്ടുള്ള ഡേറ്റ ഒന്ന് എടുത്ത് എഴുതുകയാണ്. The data is about mark and frequency. The number of students is the frequency. Marks are below 10, 10, 30, 20,
സോ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സീരീസ് ഈ ക്വസ്റ്റിന് പ്രത്യേകത ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്കൊന്ന് 4 മാർക്സിനെത്താൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ സൈഡിലോട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഓർക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ പറയാം. അല്ലാതെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാം എടുക്കാറാകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് പഠിപ്പിച്ച അത്രയും പോർഷൻസിൻ്റെ. സോ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസിൻ്റെ പിക്ക് ഞാൻ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും. സോ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുക. സോ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ്. ഈ കണ്ടിന്യൂസ് സീരീസിനകത്ത് ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേഞ്ച് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഫ്രീക്വൻസിയുടെ കോളത്തിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് എഫ് എന്ന് പറഞ്ഞ കോളം കൺസിഡർ ചെയ്യുകയേ വേണ്ട. നമ്മൾ ആകപ്പാടെ കൺസിഡർ ചെയ്യേണ്ടത് എന്തുമാത്രമാണ്, നമ്മളുടെ വേരിയബിളായ മാർക്ക് എന്ന് പറയുന്ന ഐറ്റം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളെ മാത്രമാണ്. ഇപ്പോൾ റേഞ്ചിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ റേഞ്ചിൻ്റെ ഫോർമുല എന്താണ്, റേഞ്ച് ഇസ് ഈക്വൽ ടു ലാർജസ്റ്റ് ഐറ്റം മൈനസ് സ്മോളസ്റ്റ് ഐറ്റം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാർക്ക് എന്ന് പറയുന്ന ഐറ്റംസ് നമുക്ക് ക്ലാസ് ആയിട്ട് തന്നിരിക്കുന്നു അല്ലേ. ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ഇറ്റ് ഈസ് ബിലോ 10 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ക്ലാസ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നത് എന്താണ്, ബിലോ 10. സെക്കൻഡ് ക്ലാസ് എങ്ങനെയാണ്, ഒരു ക്ലാസ് തന്നെ 10, 30, 30, 60, 60, 100 ആൻഡ് എബവ് 100. ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താണ്, ഒന്നാമത്തെ ക്ലാസ് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് എത്രയാണ്, 10, 30 എന്നുള്ള ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് ഇറ്റ് ഈസ് 30 മൈനസ് 10 ദാറ്റ് ഈസ് 20. മൂന്നാമത്തെ ക്ലാസ്സായ 30, 60 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് എത്രയാണ്, ഇറ്റ് ഈസ് 60 മൈനസ് 30 ദാറ്റ് ഈസ് 30. സോ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് വിട്ട് 20, രണ്ടാമത്തെ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് വിട്ട് 20, മൂന്നാമത്തെ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് വിട്ട് 30. വാട്ട് അബൌട്ട് ദ ക്ലാസ് വിട്ട് ഓഫ് ദ ഫോർത്ത് ക്ലാസ്, നാലാമത്തെ ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് എത്ര, ഇറ്റ് ഈസ് 100 മൈനസ് 60 ദാറ്റ് ഈസ് 40. ഇത് നമ്മൾ കണ്ടുപിടിച്ച് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ലാർജസ്റ്റ് വാല്യൂവും സ്മോളസ്റ്റ് വാല്യൂവും വേണം അല്ലേ. എന്തിൻ്റെ, മാർക്കുകളുടെ മാർക്കാണ് ഇവിടെ നമ്മളുടെ വരിക, മാർക്കിൻ്റെ ലാർജസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂവും വേണം. അപ്പോൾ നമ്മൾ ക്ലാസ് എഴുതുന്നത് ഏത് ഓർഡറിലാണ്, അസെൻഡിങ് ഓർഡറിലാണ്. ചെറിയ വാല്യൂവിൽ നിന്ന് വലിയ വാല്യൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകളെ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദ ക്ലാസ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും, ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും അല്ലേ. അപ്പോൾ തന്നിട്ടുള്ള ഐറ്റത്തിൻ്റെ ആ സീരീസിൻ്റെ സ്മോളസ്റ്റ് വാല്യൂ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും. അതുപോലെ തന്നെ ലാർജസ്റ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് ക്ലാസ്സിലായിരിക്കും, ലാസ്റ്റ് ക്ലാസ്സിലായിരിക്കും. സോ ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്ക് എല്ലും എസ്സും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എല്ലും എക്സും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൻ്റെയും ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഫസ്റ്റ് ക്ലാസ്സും ലാസ്റ്റ് ക്ലാസ്സും കറക്റ്റ് ഒരു ക്ലാസ് ഫോർമാറ്റിലല്ല തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഈ തന്നിട്ടുള്ള ഫോർമാറ്റിനെ കറക്റ്റ് ഒരു ക്ലാസ്സിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എല്ലും എസ്സും കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് നിൽക്കുന്ന ബിലോ 10, ലാസ്റ്റ് ക്ലാസ് എബവ് 100. അപ്പോൾ അത് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് വിട്ടിനെ പറ്റി പറഞ്ഞത്. രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് 20, മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് 30, നാലാമത്തെ ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് 40. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫിഫ്ത്ത് ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് എത്രയായിരിക്കും, 50 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് 50 ആയിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് എത്രയായിരിക്കും, സെക്കൻഡ് ക്ലാസ്സിൽ 20 ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിന് എത്ര വരും, അപ്പോൾ 10 വരും അല്ലേ. ഇനി നോക്കുക, അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് 10 ആണെന്ന് മനസ്സിലായി, ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് 50 ആണെന്ന് മനസ്സിലായി. ഇനി നോക്കേണ്ടത് ഈ ക്ലാസ്സുകളുടെ പ്രത്യേകതയാണ്. ഈ തന്നിട്ടുള്ള ക്ലാസ്സുകൾ ഏത് ടൈപ്പ് കണ്ടിന്യൂസ് സീരീസാണ് ഫോളോ ചെയ്യുന്നത്, എക്സ്ക്ലൂസീവ് ടൈപ്പ് കണ്ടിന്യൂസ് സീരീസാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. സോ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്ലാസ് ഫോർത്ത് ക്ലാസ് ഏതാണ്, 60, 100 ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ ഫിഫ്ത്ത് ക്ലാസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 100-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് എക്സ്ക്ലൂസീവ് ടൈപ്പ് കണ്ടിന്യൂസ് സീരീസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ
ഫോർത്ത് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും ഫിഫ്ത്ത് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് 100. 100ൽ നിന്ന് എത്ര ക്ലാസ് വിട്ട്? 50 ആണ് ക്ലാസ് വിട്ട്. അപ്പോൾ 100 + 50 ആയിരിക്കും അവിടുത്തെ അപ്പർ ലിമിറ്റ്, ദാറ്റ് ഈസ് 150. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഏതാണ്? 100, 150 എന്നുള്ളതായിരിക്കും. ഇപ്പം നമുക്ക് ക്ലാസ് വിട്ട് എത്ര കിട്ടി? 150 - 100 ഈസ് 50 കിട്ടി, ആണോ? സിമിലർലി ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് വിട്ട് 10 ആണ്. തന്നിട്ടുള്ളതൊരു എക്സ്ക്ലൂസീവ് ടൈപ്പ് ഡേറ്റയാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും സെയിം ആയിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എത്ര തന്നെ ആയിരിക്കും? 10 ആയിരിക്കും. ഇനി അവിടുത്തെ ക്ലാസ് വിട്ട് 10 ആവണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിലായിരിക്കും? 0-ലായിരിക്കും. 1-ലല്ല. 1-ലാകുമ്പോഴത്തേക്കും 10 - 1 ദാറ്റ് ഈസ് 9 എന്ത് വരത്തുള്ളൂ? ക്ലാസ് വിട്ട് വരത്തുള്ളൂ. നമുക്ക് എന്താണ് വേണ്ടത്? 10 ആണ് ക്ലാസ് വിട്ട് വേണ്ടത്. അപ്പോൾ 10 - 0 ഈസ് 10 ആൻഡ് ഹെൻസ് അവർ ലോവർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ഈസ് 0, 10. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടിന്യൂസ് സീരീസിൻ്റെ ഫസ്റ്റ് ക്ലാസ് 0, 10 എന്നും ലാസ്റ്റ് ക്ലാസ് 100, 150 എന്നും കിട്ടി. അങ്ങനെയെങ്കിൽ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. ലാർജസ്റ്റ് വാല്യൂ തന്നെ വേറെ ഒന്നുമില്ല, ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ലാർജസ്റ്റ് വാല്യൂ. പിന്നെ കണ്ടിന്യൂസ് സീരീസ് ദ ലാർജസ്റ്റ് ഐറ്റം ഓർ ദ ലാർജസ്റ്റ് വാല്യൂ ഇസ് ദ ലാസ്റ്റ് വാല്യൂ ഓഫ് ദ ലാസ്റ്റ് ക്ലാസ്. അവസാനത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തെ വാല്യൂ അത് എത്രയാണെന്ന് ഇവിടെ? 150. Therefore here L or the largest item is 150. Whereas smallest item, that is S എന്ന് പറയുന്നത്, it is the first value of the first class. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സീരീസിൻ്റെ സ്മോളസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ S is equal to 0. അങ്ങനെയെങ്കിൽ റേഞ്ച് L minus S is equal to 150 minus 0, which is equal to 150. What about the coefficient of range? Coefficient of range is equal to, ഫോർമുല എന്താണ്? L minus S by L plus S. ആദ്യം എപ്പോഴും ഫോർമുല എഴുതുന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഫോർമുല എഴുതുക, ആ ഓരോ ടേംസിനെ ഇതുപോലെ എടുത്തെഴുതുക, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കൊടുക്കുക. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഫോർമാറ്റ്. Therefore 150 minus 0 by 150 plus 0, that is 150 by 150, which is equal to 1. So the coefficient of range is 1 and that of range is 150. സോ ഇങ്ങനെയാണ് നമ്മുടെ കണ്ടിന്യൂസ് സീരീസിൻ്റെ റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, ആബ്സലൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെയും റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെയും ഫസ്റ്റ് ടേമായ റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിനെ പറ്റിയാണ് പഠിച്ചത്. എന്താണെന്നുള്ളതിൻ്റെ തിയററ്റിക്കൽ ഡെഫിനേഷൻ പറഞ്ഞു, മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 3 ഡിഫറെൻറ്റ് സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് എന്നിവയുടെ റേഞ്ച് ആബ്സലൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനായ റേഞ്ചും അതുപോലെ തന്നെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനായ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസ്, സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. സോ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ 3 പ്രാവശ്യം എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.